ഗൈസ് വെൽക്കം ബാക്ക്. അതിന്റെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കുന്നത്. ഇതാണ് എന്റെ ഫേസ്. പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഞാൻ പറയാൻ വന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള കലൂർ സ്റ്റേഡിയം ഇപ്പൊ 75 കോടി രൂപ കൊടുത്തിട്ട് റെനോവേഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാലോ. പക്ഷെ ഈ റെനോവേഷന്റെ കാര്യം എന്താ? ഈ മെസ്സിയും അർജന്റീനയൊക്കെ ഇവിടെ വന്ന് കളിക്കണം എന്നുള്ള മീൻസ് ഈ ഒരു ഈവന്റ്, അതായത് നമ്മുടെ അർജന്റീനയും ഓസ്ട്രേലിയയും വന്നിട്ട് ഇവിടെ കളിക്കണം എന്നുള്ളതിന്റെ ആ ഒരു ഈവന്റിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ 75 കോടി രൂപ റെനോവേഷൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഫിഫ നിലവാരത്തിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം മീൻസ് ഒരു ഇന്റർനാഷണൽ മാച്ച് നടക്കുന്നതിന്റെ ഇത്രയും വലിയൊരു ഈവന്റ് നടക്കുന്നതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. സ്റ്റേഡിയത്തിന്റെ സേഫ്റ്റി മുതൽ മീൻസ് എല്ലാം പോട്ടെ, എൻട്രൻസ് മുതൽ പിച്ച് വരെയുള്ള A to Z കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഇന്റർനാഷണൽ മാച്ച് നടത്താൻ വേണ്ടി മീൻസ് ഫിഫ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ മാച്ച് ഈവന്റ് നടത്താൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് ചെയ്യണത്? ഈ ഒരു ഈവന്റ് വന്നതുകൊണ്ട് മാത്രം. പക്ഷെ ഇതാ ഇങ്ങനെ ഇരിക്കട്ടെ, ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ഇതിന്റെ കോർ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആണെങ്കിലും റിപ്പോർട്ടർ ചാനൽ, അതായത് റിപ്പോർട്ടർ ആണല്ലോ ഇതിന്റെ സ്പോൺസർ, ഇവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയണത് നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ കളിച്ച് വളരാൻ വേണ്ടി നല്ലൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയം പണിയുക, ആൻഡ് ഇവിടത്തെ സ്പോർട്സ് വളർത്തുക, ടൂറിസം വളർത്തുക. പിന്നെ ഈ അർജന്റീന ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കാണ് എന്താണ് ഗുണം, അതായത് വരാൻ പോകുന്ന കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇനി കളിച്ച് തെളിയുന്ന കുട്ടികൾക്കാണ് ഗുണം എന്നൊക്കെയാണ് പറയണത്. സോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ എന്തായാലും മെസ്സി വരില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ മെസ്സി വരുമ്പോ മാത്രമാണോ നിങ്ങൾക്ക് ഈ ഒരു വളർച്ച കണ്ടത്? ഈ സ്പോർട്സിന്റെ വളർച്ചയും ഈ കുട്ടികളുടെ ഭാവിയൊക്കെ നിങ്ങളെ കണ്ണിൽ കണ്ടത്? ഈ കഴിഞ്ഞ സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കഴിഞ്ഞ സീസൺ വരെയും ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ പോയിട്ടില്ല, പക്ഷെ ഞാൻ കുറെ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എന്താണ് കോൺക്രീറ്റ് അടർന്ന് വീഴണതും, പിന്നെ അവിടെ മഴ പെയ്താലുള്ള അവസ്ഥ, മീൻസ് പാർക്കിങ്ങിലാണെങ്കിലും ആ എൻട്രൻസിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് വൻ ശോകമാണ് അവസ്ഥ എന്നുള്ളത്. വൻ ശോകം പറഞ്ഞാൽ വൻ ശോകമാണ്. സ്റ്റേഡിയത്തിന്റെ ഓരോ ഭാഗം എടുത്ത് നോക്കിയാലും. ഓക്കെ, അപ്പൊ ഇത്രയും കാലം ഇല്ലാത്ത ഒരു കെയർ, അതായത് നമ്മുടെ കുട്ടികളുടെ മീൻസ് ഭാവിയിലെ കുട്ടികളുടെ കാര്യത്തുള്ള കെയർ ആണെങ്കിലും, ഇവിടുത്തെ സ്പോർട്സ് അതോറിറ്റി അല്ലെങ്കിൽ സ്പോർട്സ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടിയുള്ള കെയർ ആണെങ്കിലും, എന്തുകൊണ്ടാണ് ഈ അർജന്റീനയുടെ കാര്യം വരുമ്പോൾ മാത്രം ഇത്ര ഉഷാറായിട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ നല്ല കാര്യം തന്നെയാണ്, മീൻസ് ഇത്രയെങ്കിലും എത്തിച്ചല്ലോ. മെസ്സി വരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ എന്റെ ഷോർട്സിലൊക്കെ ഞാൻ പറയാൻ കാരണം, മെസ്സി വരേണ്ടി വന്നു നമ്മളെ സ്റ്റേഡിയം ഒന്ന് പണിത് സെറ്റാക്കാൻ വേണ്ടി, ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കി മാറ്റാൻ, ഒരു ട്രൂ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കി മാറ്റാൻ മെസ്സി അർജന്റീനയിൽ നിന്ന് വരേണ്ടി വന്നില്ല, അത് വേറെ കാര്യം. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ കിട്ടുന്ന വാർത്ത അനുസരിച്ച് മെസ്സി വരുന്നില്ലല്ലോ. എന്തായാലും മെസ്സി പോട്ടെ, അർജന്റീന വരുന്നില്ലല്ലോ, മീൻസ് ആ ഒരു ഈവന്റേ നടക്കുന്നില്ലല്ലോ, ക്യാൻസൽ ആയില്ലേ. സോ ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും നേരം റെനോവേഷൻ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേഡിയത്തിന്റെ ആ ഒരു വർക്ക് സ്റ്റോപ്പ് ആക്കി എന്നാണ് ഞാൻ കേട്ടത്. അപ്പോ എന്തുപറ്റി? അല്ല, നമ്മുടെ ഭാവിയിലെ കുട്ടികളുടെ എന്തുപറ്റി? മീൻസ് ആ ഒരു കെയർ പോയോ? മെസ്സി വരില്ല എന്ന് പറഞ്ഞപ്പോ അതും പോയോ? സ്റ്റേഡിയം നന്നാക്കണ്ടേ? ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം നമുക്ക് വേണ്ടേ നമ്മുടെ ഭാവിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും, മീൻസ് അവിടെ സ്പോർട്സിന്റെയും ടൂറിസത്തിന്റെയും വളർച്ചയ്ക്കൊക്കെ ഇത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ ഈ അർജന്റീനയുടെ കളി ഇവിടെ നടക്കില്ല എന്ന് മീൻസ് ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയപ്പോ തന്നെ റെനോവേഷൻ പരിപാടികൾ ഇപ്പൊ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തെന്നാണ് ഇപ്പൊ കേട്ടത്. സോ എന്താ പരിപാടി ഇതിന്റെ? ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സോ എനിക്കിത് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടണില്ല. കാരണം ഇവരുടെ ഉദ്ദേശം ഉറപ്പായിട്ടും കിട്ടുന്ന വരുമാനം തന്നെയാണ്. ചുമ്മാ പറയാണ് ഈ സ്പോർട്സ് വളർത്തണം, തേങ്ങ മാങ്ങ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവര് പല കാര്യങ്ങളും മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഉറപ്പായിട്ടും ഇവർക്ക് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും. അത് എത്രമാത്രം ഉണ്ടാവും എന്ന് നമുക്ക് അറിയില്ല. അത് അവർക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഈ റെനോവേഷൻ പരിപാടി നിർത്തിയതിന്റെ റീസൺ എന്തായാലും അർജന്റീന വരില്ല, കളി ക്യാൻസൽ ആയെന്നുള്ളതാണ്. സോ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, അവര് വരുമ്പോൾ മാത്രം നമ്മുടെ സ്പോർട്സ് വളരണം, ടൂറിസം വളരണം, നമ്മുടെ കുട്ടികളുടെ ഭാവി നോക്കണം, ഈ ഒരു തിങ്കിങ്ങും. അവർ വരില്ല എന്ന് കണ്ടപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് നമ്മുടെ ഭാവി കുട്ടികളുടെ കാര്യമൊന്നും തിങ്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. സോ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് നേരം വരാണെങ്കിൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.